ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മനോഭാവം ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. അവരെങ്ങനെയാണ് ഈ ഒരു ബന്ധത്തെ ഇപ്പോൾ നോക്കിക്കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് നൽകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ് കൂടെ നമ്മൾ നോക്കുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സന്റെ മനോഭാവവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്നതിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലോസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗും അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗും കൂടെയാണ്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഓർക്കുക, അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക, അതോടൊപ്പം അവരുടെ മുഖം മനസ്സിലേക്ക് ഓർക്കുക. പോസിറ്റീവായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലേഷൻ നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിക്ക് നിങ്ങൾ പോസിറ്റീവായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. പോസിറ്റീവ് എനർജിയോട് കൂടി തന്നെ ഇരുന്ന് വീഡിയോയുമായിട്ട് കണക്ട് ആവുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. The Rebel, Past Lives, Consciousness, Postponement, We Are the World, Change, The Lovers, Ordinariness, Adventure, The Miser, Existence, New Vision, Politics, Friendliness, The Master, Breakthrough, Awareness, Projections. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് പേഷ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ബന്ധത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അവരുടെ മനോഭാവത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സ്പ്രെഡ് ആയിട്ട് തന്നെ നമുക്ക് ആദ്യമേ തന്നെ പറയാം. ആദ്യം തന്നെ റിബൽ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു എന്നുള്ളതായിട്ടാണ് കാണിക്കുന്നത്. കെട്ടുപിണഞ്ഞു കിടക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, അതുപോലെ പുറത്തു നിന്നുള്ള വ്യക്തി സ്വാധീനങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ വന്നിട്ടുണ്ട്, ഒരുപാട് വാക്ക് തർക്കങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അകാരണമായിട്ടുള്ള കുറെ കാരണങ്ങളാണ്, അതായത് യഥാർത്ഥമല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ബന്ധത്തിനെ ബാധിച്ചിട്ടുണ്ട്. തെറ്റിദ്ധാരണ, നിങ്ങളും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ പേഴ്സണിലും തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ടായിരിക്കാം. ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ഒരു കൂട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ കാഴ്ചപ്പാടുകൾക്ക്, റിബൽ എന്ന് പറയുമ്പോൾ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തത കൈവന്നിരിക്കുന്നു, ചേഞ്ച് ആണ്. തീർച്ചയായിട്ടും അവരുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവർ ഈ ഒരു ബന്ധത്തെ നോക്കി കാണുന്നത് ഇപ്പോൾ മറ്റൊരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വളരെയധികം ഒരു അഡിക്ഷൻ, ഒരു അട്രാക്ഷൻ തോന്നി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹം അവരെ വളരെയധികം ആകർഷിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുമൂലം നിങ്ങളുടെ ബന്ധത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഈ ഒരു ചങ്ങലയെല്ലാം പൂർണ്ണമായിട്ടും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ, ബ്രേക്ക് ത്രൂ ആണ്, അതിനെയെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് എത്രയും വേഗം നിങ്ങളിലേക്ക് കടന്നു വരണം എന്നുള്ള ഒരു നിലപാടിലേക്ക് അവരുടെ മനോഭാവം മാറി തുടങ്ങിയിരിക്കുന്നു. ഒരു പുതു വെളിച്ചം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണമെന്ന് ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തി നിൽക്കുകയാണ്. അല്ലെങ്കിൽ അവർ ആ ഒരു വെളിച്ചം ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവരുടെ ആ ഒരു ഉൾവിളി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിശ്വസിക്കുന്ന ദൈവിക ശക്തി, അവർ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി, അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി,
ആ ഒരു ശക്തിയുടെയൊക്കെ പ്രഭാവം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിൽ ഒരു വലിയ ചേഞ്ച് സംഭവിച്ചിരിക്കുന്നത്. ഇതുവരെ അവരുടെ ഒരു മനോനില അല്ലെങ്കിൽ അവരുടെ ഒരു തീരുമാനം, അവരുടെ ചിന്തകള് ഇതെല്ലാം ഇരുൾ മൂടി അടഞ്ഞു നിൽക്കുന്ന രീതി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്ലാരിറ്റി അവരിലേക്ക് കൊടുക്കാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ക്ലാരിറ്റി നേരത്തെ ലഭിച്ചതിനെ തുടർന്ന് നിങ്ങൾ അവർക്കൊന്ന് കൺവിൻസ് ചെയ്യിക്കാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവരത് കേൾക്കാൻ പോലുമുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് നൽകി കാണുകയില്ല. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവരായിട്ട് തന്നെ ഇതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ചിലപ്പോൾ നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും മിസ്റ്റേക്ക് കൊണ്ട് മാത്രമല്ല, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ. പക്ഷെ അതിനേക്കാൾ ഉപരി പുറത്തു നിന്നുള്ള പല വ്യക്തികൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ കൈകടത്തൽ കൂടുതൽ വന്നതിനെ തുടർന്നാണ് ഈ ഒരു ബന്ധം ഇത്രത്തോളം മോശമായ അവസ്ഥയിലേക്ക് പോയിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടുകളുടെ വ്യത്യസ്തത അല്ലെങ്കിൽ ആ ഒരു തെളിച്ചം അവരുടെ തലയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബുദ്ധി ഉണർവിലേക്ക് എത്തിയതിനെ തുടർന്നിട്ട് തന്നെയാണ് അവർ ഈ ഒരു ടൈമിൽ ഈ ഒരു ചങ്ങലയെ പൂർണ്ണമായിട്ടും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നത്. past lives ആണ് വന്നിരിക്കുന്നത്. ആ ഒരു തിരിച്ചറിവ് അവരിലേക്ക് സംഭവിച്ചതിലൂടെ അവർ ആ ഒരു പാസ്റ്റിലേക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ കഴിഞ്ഞു പോയ ആ ഒരു നല്ല നല്ല കാലയളവിലേക്കൊക്കെ അവരുടെ ഓർമ്മകൾ പോവുകയാണ്. അതോടൊപ്പം അവർ ഓർത്തെടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന നല്ല നല്ല മൊമെന്റ്സ് മാത്രമല്ല, ആരൊക്കെയാണ് നിങ്ങളുടെ ബന്ധത്തിലേക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒന്നിലധികം മുഖങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ഈ ഒരു person ഇപ്പൊ തിരിച്ചറിയുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു പ്രശ്നമൊക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആരൊക്കെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇടപെട്ടിട്ടുണ്ട്, അവരിൽ ആരൊക്കെയാണ് യഥാർത്ഥമായിട്ട് നിന്നിരുന്നത്, ആരൊക്കെയായിരുന്നു ഒരു ഫേക്ക് ഐഡി കാണിച്ച് നിന്നിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് റിമെമ്പർ ചെയ്യുകയാണ് അവർ. ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന വാക്കുകളും പ്രവർത്തിച്ചിരിക്കുന്ന രീതികളും ഇതെല്ലാം അവരിപ്പോ ഓർത്തെടുക്കുന്നുണ്ട്. ആ ഒരു ഓന്തെന്ന് പറയുമ്പോഴേക്കും എപ്പോഴും രൂപം മാറുക. ആ ഒരു രീതിയിൽ നിന്നിരുന്ന വ്യക്തികളെയൊക്കെ correct ആയിട്ട് തന്നെ ഇവരിപ്പോ identify ചെയ്യുന്നുണ്ട്. ആ ഒരു ഐഡന്റിഫിക്കേഷനിലൂടെ ഇവർ തിരിച്ചറിയുന്ന ഒരു സത്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു തെറ്റിദ്ധാരണകളുടെ യഥാർത്ഥ കാരണം തന്നെയാണ്. അപ്പൊ നിങ്ങളല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ടും തെറ്റായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ള ഒരു റിയലൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് ഇവരിലേക്ക് വന്നിരിക്കുകയാണ്. കോൺഷ്യസ്നെസ് ആണ് നെക്സ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇവരിപ്പോ ഇവരുടെ ഉപബോധ മനസ്സുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് കൂടുതലായിട്ട് ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ട്, എത്രമാത്രം ട്രൂത്ത് ഉണ്ട്, സത്യങ്ങൾ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ ചുറ്റും കൂടെ നിൽക്കുന്ന വ്യക്തികൾ ഇപ്പോഴും ചിലപ്പോൾ ഇവരുടെ കൂടെ ഇതിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധം തകർക്കാനായിട്ട് നോക്കിയ വ്യക്തികളൊക്കെ ഇപ്പോഴും ഇവരുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർ അതിൽ നിന്നെല്ലാം അകൽച്ച പാലിക്കാനായിട്ടുള്ള ഒരു മനോഭാവത്തിലേക്ക് മാറുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഏറ്റവും മനോഹരമായിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഇതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. ഇതുവരെ അവർ ഈ ഒരു ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രാവശ്യവും പോസ്റ്റ്പോൺമെന്റ് ആണ് നീട്ടി കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ ശരിയാക്കാം അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് മുന്നോട്ടേക്ക് പോകട്ടെ, ഇപ്പൊ ഇങ്ങനെ തന്നെ പോയാൽ മതി, അല്ലെങ്കിൽ തിരിച്ചു വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു രീതിക്കൊക്കെ നിങ്ങളുടെ ബന്ധമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അവരെ സമീപിക്കാൻ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇനി മറ്റുള്ള ആരെങ്കിലൊക്കെ ഇവരോട് പറയുമ്പോഴാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ അവർ ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നില്ല. പോസ്റ്റ്പോൺമെന്റ് എന്ന് പറയുമ്പോൾ എല്ലാം നീട്ടി വെക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അതിനെല്ലാം ഒരു ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നിലപാടിൽ വലിയ രീതിക്ക് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അപ്പൊ അവരുടെ ആ ഒരു നിലപാടുകൾക്ക് മാറ്റങ്ങൾ വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ അവർ മനസ്സിലാക്കിയിരിക്കുന്ന ഈ ഒരു നഗ്നമായ സത്യങ്ങൾ തന്നെയാണ്. ആരൊക്കെയാണ് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചതി ചെയ്തിരിക്കുന്നത്, ചീറ്റിംഗ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു spread എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിരിക്കുന്നത്, പക്ഷേ അതൊരു തെറ്റിദ്ധാരണ മൂലം ഉണ്ടായിരിക്കുന്ന ചീറ്റിംഗ് എനർജി ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു നിന്നുള്ള ഒത്തിരി വ്യക്തി സ്വാധീനങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും മനഃപൂർവ്വം അല്ലാതെ മറ്റു പല സാഹചര്യങ്ങൾക്കും സ്വാധീനത്തിൽ അകപ്പെട്ടുകൊണ്ടാണ് നിങ്ങളുടെ person നിങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളാണ് ഇവരുടെ മനോനിലയിൽ അല്ലെങ്കിൽ ഇവരുടെ നിലപാടുകൾക്ക് ഇത്രത്തോളം മാറ്റങ്ങൾ വരുത്താനായിട്ട് ഇപ്പോൾ സ്വാധീനം ചെലുത്തി കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ we are the world എന്നുള്ള രീതിക്ക് ഇവരിപ്പോ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങളാണ് അവരുടെ ലോകം അല്ലെങ്കിൽ നമ്മളാണ് നമ്മളുടെ ലോകം. നമ്മളുടെ ലോകത്ത് മറ്റൊരു വ്യക്തികളും കടന്നു വരാനായിട്ട് പാടില്ല. നമ്മൾ രണ്ടുപേരും ചേരുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബന്ധത്തിനെ തകർക്കാനായിട്ട് മറ്റാർക്കും സാധിക്കുകയില്ല എന്നുള്ള ഒരു
മനോഭാവത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ മാറിയിട്ടുണ്ട്. അതോടൊപ്പം അവരുടെ ക്യാരക്ടറിന്, അവരുടെ ചിന്താഗതികൾക്ക് എല്ലാത്തിലും ഒരു വലിയ രീതിക്കുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വളരെയധികം പേഷ്യൻസ് ഇവർക്ക് കൈവന്നിട്ടുണ്ട്. ഇവർ ഒരു എടുത്തുചാട്ടത്തിലാണ് ആദ്യത്തെ ആ ഒരു സമയത്ത് ഈ ഒരു രീതിക്കൊക്കെ പ്രവർത്തിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവർക്ക് ഒരു നിലപാടിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ അതുപോലെ സത്യങ്ങൾ അവരുടെ മുന്നിലേക്ക് കൺമുന്നിലേക്ക് തെളിഞ്ഞപ്പോൾ അവർ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ഇവരുടെ ഒരു എടുത്തുചാട്ടം ഇതിലൊരു വലിയ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു എടുത്തുചാട്ടം എല്ലാം കുറക്കണം, കുറച്ചൊരു ക്ഷമാശീലം കൊണ്ടുവരണം. എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. ചാടിക്കേറി ഒരു തീരുമാനം എടുത്തിട്ടല്ല ഒരു ബന്ധത്തിനെ വേണ്ട എന്ന് വെക്കേണ്ടത് എന്നുള്ള ഒരു രീതി ഇവരിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഒരു മനസ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നു, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. എല്ലാ രീതിക്കും ക്ഷമാപണം നിങ്ങളിലേക്ക് നടത്താനും അതോടൊപ്പം അവരുടെ ആ ഒരു ക്ഷമാശക്തിയെ വീണ്ടെടുക്കാനുമുള്ള ഒരു മെന്റാലിറ്റിയിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ മാറിയിരിക്കുന്നത്. ഷെയറിംഗ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളിലേക്ക് എല്ലാ രീതിക്കും അവരുടെ കാര്യങ്ങൾ അതുപോലെ അവർ അറിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ഇതെല്ലാം ഷെയർ ചെയ്യണം. ആ ഒരു ഷെയറിംഗ് മെന്റാലിറ്റിയിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പുതു വെളിച്ചം കൊണ്ടുവരിക എന്നുള്ളൊരു തീരുമാനമാണ് ഇവരുടെ ഉള്ളിൽ ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം ഒരു ഐസൊലേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ മൂലം നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നതിൽ ഇപ്പോൾ ഒരുപാട് വേദനയുണ്ട്. ഇവർ മനസ്സുകൊണ്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട്. അതോടൊപ്പം ഒരുപാട് ഷോക്ക് ആയി പോയിട്ടുണ്ട് ഇവർക്ക് ഈ ഒരു സമയത്ത്. എന്ന് വെച്ച് ഇവർ വിശ്വസിച്ചിരുന്ന വ്യക്തികളൊക്കെ ശത്രുക്കളായിരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ ഈ ഒരു നിമിഷത്തിലും അതോടൊപ്പം നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അവരെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയുമ്പോഴും ഇവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഷോക്ക് എന്ന് പറയുന്ന ഒരുതരം ഐസൊലേഷൻ പീരീഡിലേക്ക് ഇവരെ കൊണ്ടുപോയിരിക്കുകയാണ്. ഫ്രീസ് ആയ ഒരു അവസ്ഥ. കരയണം എന്ന് വിചാരിക്കുന്നുണ്ട്, കരയാൻ സാധിക്കുന്നില്ല. ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാതെ നിൽക്കുന്ന ഒരു എനർജിയിലേക്കാണ് ഇവരിപ്പോൾ മാറിയിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ ഇനി ഒരു കളിതമാശകളോ കാര്യങ്ങളിലൂടെയോ ഈ റിലേഷൻഷിപ്പിനെ പോസ്റ്റ്പോൺമെന്റ് ചെയ്ത് കൊണ്ടുപോകരുത്. എത്രയും വേഗം ഇതിനകത്തൊരു തീരുമാനം എടുക്കണം. നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഈ ഒരു ബന്ധത്തിന്റെ ആ ഒരു പൂക്കാലം എന്ന് പറയുന്നത് എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരിക തന്നെ വേണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അത് എത്ര സാഹസികമായ കാര്യങ്ങളാണെങ്കിലും അഡ്വഞ്ചർ ആണ് വന്നിരിക്കുന്നത്. അത് എത്രമാത്രം സാഹസികമാണെന്നുണ്ടെങ്കിലും അത് ഏറ്റെടുത്ത് സ്വയം തന്നെ ചെയ്യണം എന്നുള്ള ഒരു മെന്റാലിറ്റി ആണ് ഇവരിൽ ഇപ്പൊ നിൽക്കുന്നത്. അതിനുവേണ്ടി ഈ ഒരു പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കാഴ്ചപ്പാടുകൾക്കെല്ലാം തന്നെ ഇപ്പൊ വ്യത്യസ്തത കൈവന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് അവരുടെ തല ഉണർന്ന് മനസ്സും ഹൃദയവും എല്ലാം ഒരുപോലെ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹേർട്ട് ചക്രാസ് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയി തുടങ്ങിയിരിക്കുന്നു. ഇവിടെ മൈസൂർ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ നിങ്ങളുടെ ബന്ധവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ട് മാസ്റ്ററും വന്നിട്ടുണ്ട്. ബുദ്ധിപൂർവ്വമാണ് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒന്നിക്കാതിരിക്കാൻ മറ്റു പല വ്യക്തികളും ആഗ്രഹിക്കുന്നുണ്ട്. ചിലവരുടെ കേസിൽ ഫാമിലി തന്നെ ഉണ്ടായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട്. മറ്റു പല ആൾക്കാരുടെ കേസിൽ നിങ്ങൾക്ക് എന്താണോ സിറ്റുവേഷൻ തടസ്സമായിട്ട് നിൽക്കുന്നത് നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പൊ ബുദ്ധിപൂർവ്വം ചിന്തിച്ചതിന് ശേഷം മറ്റൊന്നിലേക്കും അല്ലെങ്കിൽ മറ്റാരിലേക്കും ഈ ഒരു കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതെ നിങ്ങളിലേക്ക് മാത്രമായിട്ട് ഷെയർ ചെയ്യണം. നിങ്ങളുമായിട്ട് മാത്രം തീരുമാനിച്ചിട്ട് ഈ ഒരു ബന്ധത്തിൽ ഒരു ഉണർവ് കൊണ്ടുവരണം എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വ്യക്തി ആദ്യ സമയങ്ങളിൽ ഇവർക്ക് ഒരു ക്ലോസ് ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരിക്കും. അതുപോലെ ഫാമിലി എല്ലാവരോടും ഒക്കെ ഷെയർ ചെയ്യുന്ന രീതി ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ഫാമിലി എന്ന് പറയാൻ കാരണം ഫാമിലി നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആണ് എന്നുണ്ടെങ്കിൽ മാത്രം ട്ടോ. അപ്പൊ എല്ലാവരോടും ഷെയർ ചെയ്യുന്ന മെന്റാലിറ്റി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്ക് വന്നിരിക്കുന്ന തിരിച്ചറിവിലൂടെ ആ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി ഇവരങ്ങോട്ട് ഒറ്റയടിക്ക് തന്നെ കട്ട് ചെയ്തിരിക്കുകയാണ്. ന്യൂ വിഷൻ ആണ്. കാഴ്ചപ്പാടുകൾക്ക് വളരെ ക്ലാരിറ്റി വന്നിരിക്കുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് മാത്രമായിട്ടാണ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ലവേഴ്സ് എനർജിയാണ്. നിങ്ങളാണ് അവരുടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ അവരുടെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയം കൊണ്ട് അവർ നിങ്ങളിലേക്ക് ഒരുപാട് അടുക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ നിന്ന് ആ ഒരു യഥാർത്ഥമായിട്ടുള്ള സ്നേഹം ഇപ്പൊ നിങ്ങളിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവർ നിങ്ങൾ തന്നെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എത്രയും വേഗം അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ തിരികെ കൊണ്ടുവരണമെന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങളെ എങ്ങനെ സമീപിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ അവർക്ക് കുറച്ച് ഭയം കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഭയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിച്ചിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു വേദനയിൽ നിന്ന് വന്നിരിക്കുന്ന ഭയമാണ്. പക്ഷേ എന്തൊക്കെ രീതിയിലുള്ള ഭയം ഉണ്ടെന്നുണ്ടെങ്കിലും അവരുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് അവരോടുള്ള ഒരു സ്നേഹം തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട്
എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്തിരുന്ന നല്ലൊരു ഫ്രണ്ട്സ് പോലെ തന്നെയായിരുന്നിരിക്കും. ലവേഴ്സ് ആണെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടായിരിക്കാം, ലവേഴ്സ് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതാണോ അതനുസരിച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. ഏത് രീതിയിലുള്ളതാണെങ്കിലും അതിനകത്തൊരു ബോണ്ടിങ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ബോണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർ തിരിച്ചു വന്ന് നിങ്ങളുടെ അടുത്തേക്ക് എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവരെ പൂർണ്ണമായിട്ടും കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകും. ഇവരുടെ ആ ഒരു തെറ്റുകളെല്ലാം ഇവരിപ്പോ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെക്കാൾ കൂടുതൽ നിങ്ങൾ സന്തോഷിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടുകളുടെ വ്യത്യസ്തതയാണ് ഇവർക്കിപ്പോ നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിന്റെ തീവ്രത ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും തിരിച്ചറിയുന്നുണ്ട്. ഒരുതരം ഹെർമിറ്റ് എനർജിയിലൂടെയാണ് ഇവരിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവരായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എനർജിയാണ്. അപ്പൊ ചില കേസിൽ അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന എനർജി നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത്. കാരണം അവർക്ക് വന്നിരിക്കുന്ന കാഴ്ചപ്പാടുകളുടെ വ്യത്യസ്തതയും അതുപോലെ തന്നെ അവരെ സ്വന്തം ഉള്ളിലേക്ക് നോക്കി, അതുപോലെ സ്വന്തം ലൈഫിലേക്ക് നോക്കി, ആ ഒരു പാസ്റ്റിലേക്ക് നോക്കി എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ. കാരണം എല്ലാവരും മിത്രങ്ങളല്ല, ശത്രുക്കളും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ഇവരിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇനി നിങ്ങളുടെ ബന്ധവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ മറ്റൊരു തേർഡ് പാർട്ടിയെയും ഇതിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ഇവരായിട്ട് തന്നെ ചെയ്തോളാം. അതോടൊപ്പം ഷെയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് മാത്രമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. ആ ഒരു രീതിക്കാണ് ഇവരുടെ ഒരു ഉണർവ് വന്നിരിക്കുന്നത്, ഒരു തിരിച്ചറിവ് ഇവരിൽ വന്നിരിക്കുന്നത്. അതോടൊപ്പം നമുക്കിവിടെ പൊളിറ്റിക്സ് വന്നിട്ടുണ്ട്. പൊളിറ്റിക്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോ മറ്റുള്ളവരുടെ മുമ്പിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പോലും ചിലപ്പോൾ തിരിച്ചറിയാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല ഇവർക്കൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഇവർ പെട്ടെന്ന് അത് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാൻ തയ്യാറാവാത്തത് കൊണ്ട് തന്നെയാണ്. കാരണം ഒരുപാട് ശത്രുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും സ്നേക്ക് ആണ് ഇവിടെ നിൽക്കുന്നത്. പുറമെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ശത്രുതാ മനോഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഇവരുടെ ക്യാരക്ടർ മാറി ഇവർ നിങ്ങളിലേക്ക് അടുക്കുകയാണെന്നുള്ളത് അറിയുകയാണെന്നുണ്ടെങ്കിൽ മറ്റു പല സിറ്റുവേഷൻസും ഇനിയും നിങ്ങളെ വേർപെടുത്താനായിട്ട് നോക്കും. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ഒരു ഡിവൈൻ ടൈമിൽ മാത്രമാണ് ഈ ഒരു കാര്യങ്ങളെ ഇവർ പുറത്തേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മാസ്റ്റർ വന്നിരിക്കുന്നത്. ഒരു മാസ്റ്റർ ബ്രെയിൻ അല്ലെങ്കിൽ അതേ രീതിയിൽ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെ ആലോചിച്ച് ബുദ്ധിപൂർവ്വം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ്. അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നതാണ് എടുത്തുചാട്ടം, ക്ഷമയില്ലായ്മ. പക്ഷെ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർ ആ ഒരു ക്ഷമ ശീലിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഒരു സമയമെടുത്ത് ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കണം എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് ഇപ്പൊ എന്തായാലും ഇവർ മാറി തുടങ്ങിയിട്ടുണ്ട്. okay അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്കിടയിൽ എന്ത് രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അതിനെയെല്ലാം എത്രയും വേഗം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരിക. ആ ഒരു ബന്ധത്തിന്റെ കീ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ തന്നെയാണ്. അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് റിലേഷൻഷിപ്പ് ഇത്രത്തോളം ഒരു പ്രശ്നങ്ങളിലേക്ക് പോയിരിക്കുന്നത്. അതും ആദ്യ സമയത്ത് മറ്റു വാക്കുകൾ കേട്ടിട്ടും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനിയും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എല്ലാ രീതിക്കും എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകും. ഒരിക്കലും ഇതിനെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ട് നിൽക്കുന്ന എനർജി ആയിരിക്കാം. നിങ്ങൾ ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയ വ്യക്തികളായിരിക്കാം. ഇവിടെ പ്രൊജക്ഷൻ വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്താണോ ഫേസ് ചെയ്തിരുന്ന കാര്യങ്ങൾ അതെല്ലാം തന്നെ നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ ആ ഒരു മിററിംഗ് ഇഫക്റ്റിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച അതേ കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയും ഇപ്പോൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരും ആ ഒരു വേദനയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. പക്ഷെ ആ ഒരു വേദനയിലൂടെ അവരെ നിങ്ങളെ വീണ്ടെടുക്കാനായിട്ടുള്ള ഒരു മനോഭാവത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ നിലപാട് ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം കാഴ്ചപ്പാടുകൾക്ക് വന്നിരിക്കുന്ന വ്യത്യസ്തത, അതുപോലെ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ, റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന യഥാർത്ഥ സത്യങ്ങൾ, ഇഷ്യൂസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ തേർഡ് പാർട്ടിയിലേക്ക് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമല്ല അവിടെ ഉണ്ടായിരുന്നത്. നിങ്ങളെ തമ്മിൽ പിരിക്കാനായിട്ടായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും എല്ലാം ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഒരു സ്നേഹപൂർവ്വമല്ല ഇവരുടെ ചുറ്റിലും നിൽക്കുന്ന വ്യക്തികൾ എന്നുള്ളൊരു നല്ല രീതിക്കുള്ള തിരിച്ചറിവ് എന്തായാലും നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഉണർവ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു തലച്ചോറ് ഈ ഒരു സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവരുടെ ചക്രാസ് എല്ലാം ഓപ്പൺ ആയി തുടങ്ങിയിരിക്കുന്നു. അതിന്റെയൊക്കെ ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ ഉടനെ തന്നെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് തന്നെ സാധിക്കും. ഇതുവരെ അവരത് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാതെ മറ്റൊരു മുഖമണിഞ്ഞു നിൽക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു ആളുകൾ തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, മറ്റു പല സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ടിട്ടാണ് ഇവർ ഇപ്പോഴും അത് പുറത്തേക്ക് കാണിക്കാത്തത്. പക്ഷെ ഉടനെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നതാണ്.
അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ വലിയ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് കടന്നു വരാനായിട്ട് പോകുന്നത്. വലിയ വലിയ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഇതുവരെ അവർ എടുക്കാതിരുന്ന ആ ഒരു തീരുമാനങ്ങൾ, ആ ഒരു ഡിസിഷൻ എല്ലാം എടുത്ത് സ്വയം ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് തന്നെ സ്വന്തം ഭാഗത്ത് നിന്ന് ക്ലാരിറ്റി വരുത്തി ആ ഒരു കാര്യങ്ങളിലെല്ലാം ഒരു മെച്യൂരിറ്റി കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളുടെ ബന്ധത്തിനെ വീണ്ടെടുക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലേക്കാണ് നിങ്ങളുടെ പേഴ്സന്റെ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മനോഭാവം അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ എല്ലാം മാറി നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു പ്രാർത്ഥനയുടെയും നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെയും അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയുടെയും യൂണിവേഴ്സൽ പവറിന്റെയും അനുഗ്രഹം തന്നെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു രീതിയിൽ ചിന്തിക്കാനായിട്ട് ഇപ്പൊ തോന്നി തുടങ്ങിയിരിക്കുന്നത്. അവരുടെ ഉപബോധ മനസ്സിൽ യാഥാർത്ഥ്യമായിട്ട് നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ള വ്യക്തികൾ തന്നെയാണ്. പക്ഷെ മറ്റു പല സ്വാധീനങ്ങൾക്ക് വഴങ്ങി പോയത് കൊണ്ടിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ അനുഭവിക്കേണ്ടിയിരുന്ന കുറച്ച് മോശം സമയങ്ങളായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുവരെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ ഒരു ടൈം എല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഇവിടെ അവസാനിക്കാനായിട്ടാണ് പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ആ ഒരു പ്രണയം, ആ ഒരു റൊമാൻസ് ഇതെല്ലാം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. അതോടൊപ്പം പേഷ്യൻസ് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ഒരുപാട് അവരുടെ ആ ഒരു എടുത്തുചാട്ടത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെയധികം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് ഇവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഒരു സമാധാനമാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് വേണ്ടത് എന്നുള്ളൊരു ചിന്ത ഇവരിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ സ്നേഹം ഇവർ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഇവരുടെ ഒരു സന്തോഷം അല്ലെങ്കിൽ ആശ്വാസം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇപ്പോഴും നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തും ഇവരുടെ തെറ്റിദ്ധാരണയായിരുന്നു എല്ലാം. അപ്പോഴും നിങ്ങൾ ഇവരെ ചേർത്ത് നിർത്താൻ തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവരുടെ സ്നേഹം എത്രയും വേഗം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം. ആ ഒരു സ്നേഹം മറ്റാരിലേക്കും പകർത്തി നൽകാനായിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല. അത് ഏറ്റവും നല്ല രീതിയിലേക്ക് പങ്കിടാനായിട്ടുള്ള യഥാർത്ഥ ഉടമ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. ഒരുപാട് ഇവർക്ക് മനസ്സുകൊണ്ട് ഇവർ വേദനിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ ഒരു കരച്ചിൽ പുറത്തേക്ക് വരുന്നില്ല. ഒരുതരം ഞാൻ already ആദ്യമേ പറഞ്ഞിരുന്നു, ഒരുതരം isolation period ലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ കടന്നു പോകുന്നത്. കാരണം അവർക്കൊരു ഞെട്ടലാണ് ഈ ഒരു സമയത്ത് സംഭവിച്ചിരിക്കുന്നത് actually. അതുകൊണ്ട് തന്നെയാണ് ഇവർ ആ ഒരു യഥാർത്ഥ രീതിക്ക് പുറത്തേക്ക് വരാത്തത്. കാരണം അവർക്കത് സാധിക്കുന്നില്ല. ഒന്ന് എന്ന് പറയുന്ന ഭയം, ശത്രുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ. രണ്ട് എന്ന് പറയുന്നത് ഇവരുടെ ഷോക്കിൽ നിന്ന് ഇവർ പൂർണ്ണമായിട്ട് മുക്തി നേടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാ രീതിക്കും ഒരു കോമാളിയായി പോയോ ജീവിതത്തിൽ എന്നുള്ള രീതിക്കാണ് ഇവരിപ്പോ ചിന്തിക്കുന്നത്. കാരണം മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഒരു കളിപ്പാവ് പോലെ ആടേണ്ടി വന്നല്ലോ. എല്ലാം കൊണ്ടും ഒരു ബുദ്ധിപൂർവ്വം ചിന്തിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സണ് ഇത്രയും വലിയൊരു അബദ്ധം പറ്റിയല്ലോ എന്നൊരു ചിന്ത അവരെ ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇനി ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് എന്താണ് അതിന്റെ ഒരു സോഴ്സ് അതെല്ലാം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതെല്ലാം കണ്ടെത്തി ആ ഒരു രീതിക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് ഇതിനെ വീണ്ടെടുക്കാനായിട്ട് എല്ലാം കൊണ്ടും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നു. കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവരിക. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇവരുടെ ക്യാരക്ടർ മാറ്റുക, അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ ഇനി മറ്റൊരാളെയും കടത്താതിരിക്കുക. സ്വന്തമായിട്ട് തന്നെ ഡിസിഷൻ എടുത്ത് അത് നിങ്ങളുമായിട്ട് മാത്രം ഷെയർ ചെയ്ത്, വി ആർ ദ വേൾഡ് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ്, നിങ്ങളുമായിട്ട് മാത്രം ഷെയർ ചെയ്തിട്ട് നിങ്ങൾ മാത്രമായിരിക്കണം ഇനി ഒരു ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ട ഏറ്റവും വലിയ ആ ഒരു സോഴ്സ്. ആ ഒരു രീതിക്കാണ് ഇവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും കൈ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്ന ആ ഒരു വേൾഡിലേക്ക് മറ്റാർക്കും എത്താനായിട്ട് സാധിക്കില്ല. ആരൊക്കെ ശ്രമിച്ചാലും അതിന് സാധിക്കുകയില്ല. കാരണം നിങ്ങൾ അത്രയും നല്ല ഒരു ബോണ്ടിങ്ങിലൂടെ വന്ന വ്യക്തികളാണ്. അപ്പൊ ആ ഒരു ബോണ്ടിങ് ഇനിയും നിലനിർത്തണം. ഇപ്പോ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇനി ലൈഫിൽ റിപ്പീറ്റ് ചെയ്ത് വരാനായിട്ട് പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇതാണ് അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനോടും നിങ്ങളോടും ഉള്ള ഒരു മനോഭാവത്തിൽ വന്നിരിക്കുന്ന ഒരു മാറ്റങ്ങളായിട്ട് നമുക്കിവിടെ കാണിക്കുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മനോഭാവം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാഴ്ചപ്പാടുകൾക്ക് വന്നിരിക്കുന്ന ഒരു വ്യത്യസ്തമായ രീതി. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണിൽ ഇത്രയും വലിയ രീതിക്കുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്ന ഈ ഒരു എനർജിയിൽ എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളിപ്പോൾ ഒരുപാട് വേദനയിലൂടെ കടന്നു വരുന്ന വ്യക്തികളായിരിക്കും. ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെയെങ്കിലും തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്ന പേഴ്സൺസ് ആയിരിക്കാം നിങ്ങൾ. അപ്പൊ ഈ ഒരു ടൈമിൽ യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയുന്നത് എന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് വീണ്ടെടുക്കാനുള്ള സമയമായിട്ടുണ്ടോ? നിങ്ങളുടെ കാത്തിരിപ്പിന് ഉടനെ തന്നെ ഒരു സന്തോഷം ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. The situation will improve ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു വേദനകളെല്ലാം ഉടനെ തന്നെ നിങ്ങൾക്ക് improve ആവാനായിട്ട് പോവുകയാണ്.
ആ വേദനകൾക്കെല്ലാം ഒരു പര്യവസാനം കടന്നു വരാൻ പോവുകയാണ്. നിങ്ങൾ ഒരുപാട് സന്തോഷകരമായ ഒരു മനോഭാവത്തിലേക്ക് മാറാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം മാറാനായിട്ട് പോകുന്നു. ലെറ്റ് ഗോ ആണ് വന്നിരിക്കുന്നത്. ഇതുവരെ നിങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആ ഒരു നെഗറ്റീവായ സിറ്റുവേഷൻസിനെ എല്ലാം നിങ്ങൾ പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്യുക. ഒരു ഓവർ തിങ്കിങ് കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ പോവാതിരിക്കുക. നെഗറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ മനസ്സിനെ കൊണ്ടുപോകാതിരിക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് വരണം. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആകും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ മാത്രമായിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ലെറ്റ് ഗോ ചെയ്യേണ്ട സമയം നിങ്ങളിലേക്ക് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. സക്സസ് ആണ് നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ലുക്ക് ഫോർ എ സൈൻ. Take action. Romance. Abundance. Remain positive. Bottom of the deck ആയിട്ട് വന്നിരിക്കുന്നത് get more information ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ എല്ലാം ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ ലുക്ക് ഫോർ സൈൻ ആൻഡ് ഗെറ്റ് മോർ ഇൻഫർമേഷൻ ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ മനോഭാവത്തിൽ വന്നിരിക്കുന്ന ആ ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെ അടയാളങ്ങളായിട്ട് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന ആ ഒരു സന്തോഷകരമായ മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള ഗെറ്റ് മോർ ഇൻഫർമേഷൻ, കൂടുതലായിട്ടുള്ള വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ എത്താനായിട്ട് കഴിയും. നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് തന്നെ റിമൈൻ പോസിറ്റീവ് ആണ്. നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു പോസിറ്റീവ് എനർജിയിൽ ഇപ്പോൾ ലെറ്റ് ഗോ വന്നിരിക്കുന്ന ചില വ്യക്തികൾക്കാണ്, ചില വ്യക്തികൾ ഇപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയിലേക്ക് പലപ്പോഴും പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസിനെ എല്ലാം അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആകുകയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ നിങ്ങൾ വീണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിൽ മുന്നോട്ടേക്ക് പോവുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം അടയാളങ്ങളായിട്ട് കാണാൻ സാധിക്കുമ്പോഴും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള, അതായത് നിങ്ങളുടെ വ്യക്തിയിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റങ്ങൾ, നിങ്ങളുടെ ബന്ധത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ടേക്ക് ആക്ഷൻ. ആ ഒരു സമയത്താണ് നിങ്ങൾ ആക്ഷൻ എടുത്തു തുടങ്ങേണ്ടത്. ആക്ഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കിടയിൽ വരുന്ന ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾ തീർത്തും പരസ്പരം സംസാരിച്ച് തന്നെ എല്ലാം ഒത്തുതീർപ്പാക്കുക. അതോടൊപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇനി എന്താണ് മുന്നോട്ടേക്ക്, എങ്ങനെയാണ് വേണ്ടത്, അതനുസരിച്ചിട്ടുള്ള ഒരു ആക്ഷൻ എടുത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് നമ്മൾ ഓൾറെഡി നോക്കിയപ്പോൾ പറഞ്ഞായിരുന്നു, വി ആർ ദ വേൾഡ്, നിങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ലോകമാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോയിക്കോളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ അങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റൊമാൻസ് ആൻഡ് അബണ്ടൻസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രണയവും അതോടൊപ്പം സന്തോഷവും സമൃദ്ധിയും സമാധാനവും എല്ലാം നിങ്ങൾക്ക് കടന്നു വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ ഇരുന്നോളൂ. നിങ്ങളുടെ ഇപ്പോഴത്തെ വിഷമങ്ങളെല്ലാം ഉടനെ തന്നെ മാറാനായിട്ടാണ് പോകുന്നത് എന്ന് യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങളിലേക്ക് അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെതായ കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു യൂണിവേഴ്സൽ മദർ, ഈ ഒരു മദർ യൂണിവേഴ്സ് ആയിട്ട് തന്നെ എത്തിച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്കാണ് നിങ്ങൾക്കായിട്ടുള്ള ഗൈഡൻസ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള മൈൻഡിനെ നിങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പകുതി വരെ എത്തുമ്പോൾ നിങ്ങളുടെ മൈൻഡ് നെഗറ്റീവിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വർക്ക് ആവുകയില്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഒരു വിശ്വാസത്തിലൂടെ തന്നെ വേണം നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനായിട്ട്. ആ ഒരു വിശ്വാസത്തിലൂടെ, ആ ഒരു പോസിറ്റീവ് എനർജിയിലൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അബണ്ടൻസ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ഈ ഒരു ക്ലൂസിനും കൂടെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എറണാകുളം എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. പി എന്നൊരു ലെറ്റർ ആണ്. മലപ്പുറം എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. 1986. മകം എന്നൊരു സ്റ്റാർ. വയനാട്. എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. വി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഉത്രം എന്നൊരു സ്റ്റാർ. പി എന്നൊരു ലെറ്റർ എഗെയിൻ വന്നിട്ടുണ്ട്. കണ്ണൂർ. മലപ്പുറം എഗെയിൻ വന്നിട്ടുണ്ട്.
വിശാഖം, പൂരാടം, R എന്നൊരു ലെറ്റർ, 1972, ട്രിവാൻഡ്രം എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്, T എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, 1988, V എന്നൊരു ലെറ്റർ again വന്നിട്ടുണ്ട്, 44, ട്രിവാൻഡ്രം again വന്നിട്ടുണ്ട്, 1968, 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, നിങ്ങൾക്കത് ഡേയ്സ് ആയിട്ടും എടുക്കാം, ബാംഗ്ലൂർ എന്ന് വന്നിട്ടുണ്ട്, ലാസ്റ്റ് ആയിട്ട് ടോറസ് എന്നൊരു സോഡിയക് സൈൻ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്കത് റെസനേറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ അതിനെ പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ടും ക്ലെയിം ചെയ്യാവുന്നതാണ്. വീഡിയോ റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അറിയിക്കാം. അപ്പൊ നാളെ വീണ്ടും നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.